നമസ്കാരം. പടക്കളത്തിലേക്ക് സ്വാഗതം. പടക്കളം ഇന്ന് കടത്രാടൻ മണ്ണിലാണ്, വടകരയിൽ. സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്ന മത്സരമാണ് വടകരയിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 തവണയും കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് LDF നടത്തുന്നത്. അതേസമയം മണ്ഡലം നിലനിർത്താനുള്ള പരിശ്രമങ്ങളുമായി UDFും സജീവമായി രംഗത്തുണ്ട്. BJP സാന്നിധ്യമറിയിക്കുന്നതിനും ശക്തി തെളിയിക്കുന്നതിനും വേണ്ടി BJPയും മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് രാജേഷ്, അതുപോലെ തന്നെ LDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് DYFയുടെ നേതാവ് SK സജീഷ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ അതുപോലെ നേതാക്കന്മാരുടെ സംസാരത്തിന് ശേഷം ഈ ചർച്ചയിൽ സജീവമായി ഇടപെടുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും വേണ്ടി വടകര മണ്ഡലത്തിലെ വോട്ടർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും അതുപോലെ തന്നെ മണ്ഡലത്തിലെ സമഗ്രമായ കാര്യങ്ങളും 3 നേതാക്കന്മാരും സംവദിക്കും. ആദ്യം UDFിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. 2019 ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു കേവലം പ്രാദേശിക വികസനത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ഒരു രംഗമായി ഞാൻ കണക്കാക്കുന്നില്ല, UDFും കണക്കാക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തീവ്രമായ ഭീഷണിയെ ഏതു തരത്തിൽ ജനാധിപത്യപരമായി ചെറുക്കാം, തടയാം എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണ വേദിയായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ UDF, UPA ഒക്കെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 1950 നാം സമ്പാദിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ, ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതിലെ മതനിരപേക്ഷ സംവിധാനം ഇത്യാദി എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ഭരണം 2014 മുതൽ 19 വരെയുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഗവൺമെൻറ്റിനെ താഴത്തിറക്കണം, ആ ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ച ഉണ്ടാവരുത് എന്ന് വ്യക്തമായ ബോധമുള്ള ഒരു ജനവിഭാഗം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഗൗരവമായി നാം കാണേണ്ടത് നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അതെല്ലാം ഒരു ചട്ടക്കൂടിൽ മാത്രം ഒതുക്കി നിർത്തുന്ന, അതല്ലെങ്കിൽ അത് ഒരു സംഘപരിവാർ ശക്തികളുടെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. വസ്ത്രധാരണത്തിൻ്റെ രംഗത്തായാലും ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും മാംസാദികളുടെ ഭക്ഷണ രീതികൾക്ക് വേണ്ടിയായാലും എങ്ങനെ വന്നാലും അതൊക്കെ സംഘപരിവാർ ശക്തികൾ നിശ്ചയിക്കുന്ന രീതിയിലും ഭാവത്തിലും മാത്രമേ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പാടുള്ളൂ എന്ന നിഷ്കർഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ മുഴുവൻ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടുന്ന ഒരവസ്ഥയാണ് എന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ അതിന് അനുകൂലമായി ചിന്തിക്കുന്നുവെന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടെങ്കിലും കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ ഒരു വ്യക്തമായ സ്വാധീനമുള്ള ജനസമൂഹത്തിൻ്റെ ഉള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും രാഷ്ട്രീയമായി അവരുടെ നിലപാടുകളുമെല്ലാം ഭംഗ്യന്തരേണ RSSൻ്റെയും സംഘപരിവാർ ശക്തികളുടെയും തിരിച്ചുവരവിന് സാധ്യതയുണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിലാണ് എന്ന് പറയേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ, മതനിരപേക്ഷതയോട് പ്രതിബദ്ധതയുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ഈ നാട്ടിലെ സംഘപരിവാർ ശക്തികളുടെ ഭരണകൂടത്തിൻ്റെ തേർവാഴ്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയ ശക്തികളുടെ പിന്തുണ ലഭിക്കുന്നില്ല എന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യവും കൂടി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. BJPയുടെ നിലപാട് ശ്രീ രാജേഷ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഇത്രയധികം
ജനങ്ങൾക്ക് ഗുണകരമായ അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ സൃഷ്ടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു സർക്കാരിന് കൊടുക്കാൻ കഴിയാത്ത അത്രയധികം പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ഗുണപ്രദമായുള്ള 40ഓളം പദ്ധതികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. 332 പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം നടന്നിരിക്കുന്നത് നമുക്കറിയാം, സാധാരണക്കാരനിലേക്ക് എത്തിയിരിക്കുന്ന പദ്ധതികൾക്ക്. ഇപ്പോൾ ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്നതിലേക്ക്, സാധാരണക്കാരനെ ഗുണം കിട്ടുന്ന തരത്തിൽ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യാനന്തരത്തിലെ ഏക സർക്കാർ എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ ഉയർന്നിരിക്കുന്നു. രണ്ടാമത്, ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യയുടെ യശസ്സ് വർദ്ധിപ്പിക്കാനും ഇന്ത്യക്കാരനാണെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മവീര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഈ സർക്കാരിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും മാനസികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വരണം ഒരു തവണ കൂടി. അതുകൊണ്ടാണ് നമോ അഗെയിൻ എന്ന ക്യാമ്പയിനായിട്ട് BJP മുന്നോട്ട് പോകുന്നത്. ഇനി സംസ്ഥാന തലത്തിൽ നടക്കുന്ന 2 മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുന്നണികളിലെ മാറ്റങ്ങൾ മാത്രമുണ്ട്. മുന്നണികളുടെ മാറ്റമല്ലാതെ കേരളത്തിന് സമൂല പരിവർത്തനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധമായും ഒരു രാഷ്ട്രീയ പരിവർത്തനം ആവശ്യമാണ്. ആ തരത്തിലുള്ള ആവശ്യങ്ങൾ കേരളത്തിലുണ്ട്. ഇനി മണ്ഡലത്തിലേക്ക് വന്നാൽ വിഷൻ 2025 എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസൽ അവതരിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ MP. 10 വർഷക്കാലം MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. എന്നുള്ള നിലയ്ക്ക് ഈ 2025 പ്രപ്പോസൽ അവതരിപ്പിച്ച ആ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാനോ ആ പദ്ധതി പൂർത്തീകരിക്കാനോ അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. സാധാരണക്കാരനോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതി നടത്തിയതിൻ്റെ ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? BJP കേരളത്തിലെ MP-മാരോ ഒന്നുമില്ല. ഉള്ള MP-മാരെന്ന് വെച്ചാൽ രാജ്യസഭാ MP-മാരാണ്. രാജ്യസഭാ MP നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ഒരു MP ഉണ്ട്, റിച്ചാർഡ് ഹേ. ആ റിച്ചാർഡ് ഹേ അയാളുടെ അക്കംപ്ലിഷ്മെന്റ് കഴിഞ്ഞ ഇത്രയും കാലത്തെ MP എന്ന നിലയ്ക്കുള്ള അക്കംപ്ലിഷ്മെന്റ് അയാൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നോക്കണം നിങ്ങൾ. ഈ സംസ്ഥാനത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലേക്കും അയാൾ മാക്സിമം സാധനങ്ങൾ അയാളുടെ MP ഫണ്ടിൽ നിന്ന് ഉദാഹരണമായി സംഭാവന വരുന്നുണ്ട്. ഒരു ഗ്രാമം, ആദർശ ഗ്രാമം എന്ന നിലയ്ക്ക് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് അയാൾ ദത്തെടുത്തിരിക്കുന്നു. അതിന്റെ വികസന പ്രവർത്തനങ്ങൾ അയാൾ ആവിഷ്കരിക്കുന്നു. ഇതാണ് BJP മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ശരി, LDFന്റെ പ്രതിനിധി DYFI നേതാവ് SK സജീഷ് എത്തിയിട്ടുണ്ട്. സജീഷ്, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മണ്ഡലത്തിലെ കാര്യങ്ങൾ കൂടി വളരെ ചുരുക്കം വാക്കുകളിൽ. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനപക്ഷത്തു നിന്നുകൊണ്ട് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് ഗൗരവതരമായി ആവുന്നത് 2 പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നു എന്നതുകൊണ്ടാണ്. ഒന്ന്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും അതോടൊപ്പം തന്നെ ഭരണഘടന പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നു. അതാണ് 5 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപകടകരമായി ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളെയും ദുരിതത്തിൻ്റെ തീരാക്കയത്തിലേക്ക് തള്ളിവിട്ട നയങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി നരേന്ദ്രമോദിയും അതിനു മുമ്പ് നവലിബറൽ നയങ്ങളിലൂടെ ഈ രാജ്യത്ത് കോൺഗ്രസും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടിനുമെതിരായിട്ടുള്ള ഒരു ബദൽ ശക്തിയാണ്, ഇത് രണ്ടിനെയും ചെറുക്കുന്ന ഒരു ബദൽ ശക്തി രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അതായിരുന്നു നമുക്ക് മുന്നിൽ മാതൃകയായി നേരത്തെയുള്ള അനുഭവം 2004 തെരഞ്ഞെടുപ്പാണ്. 2004 തെരഞ്ഞെടുപ്പ് ഇതേ സാഹചര്യത്തിലായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഈ 2 രീതികളും രാജ്യത്ത് അതിശക്തമായി നടപ്പിലാക്കി. നമുക്ക് ഓർമ്മയുണ്ട്, ഈ രാജ്യത്തെ പൂർണ്ണമായും വിൽക്കുന്ന നയവും ഒരു വശത്ത് നടപ്പിലാക്കി, ഈ രാജ്യത്തെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കുന്ന നയവും മറ്റൊരു വശത്ത് നടപ്പിലാക്കി. അപ്പോഴും ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള മുറവിളിയായിരുന്നു ഈ രാജ്യത്ത് ഉയർന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കാൻ ആ സമയത്ത് കേരളത്തിലെ ജനത പ്രതികരിച്ച എങ്ങനെയായിരുന്നു? ഏറ്റവും ഉറച്ച മതനിരപേക്ഷ നിലപാടുള്ള ഇടതുപക്ഷത്തെ ഉയർത്തി കാണിച്ചു. കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെ പോലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിച്ചില്ല. കാരണം അവിടെ ആവശ്യം മതനിരപേക്ഷതയെ കാക്കാൻ ഇടതുപക്ഷത്തിന്റെ കരുത്താണ് എന്ന് തെളിയിച്ചു. പിന്നീട് ഇടതുപക്ഷം വളരെ കൃത്യമായ നിലപാട് ഇന്ത്യൻ പാർലമെന്റിൽ സ്വീകരിക്കുകയും ഒരു പുരോഗമനപരമായ ഉള്ളടക്കത്തോടുകൂടി ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാൻ ഒരു പൊതു മിനിമം പരിപാടിയിലൂടെ രാജ്യവിരുദ്ധമായ നയങ്ങളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. അതേ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തെ കാണേണ്ടതുണ്ട്. ഇവിടെ രാജ്യത്ത് നേരത്തെ സുരേഷ് ബാബുവേട്ടൻ പറഞ്ഞ പോലെയല്ല, രാജ്യത്തിലെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു.
ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറുകയാണ്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം അഹമ്മദാബാദിൽ വെച്ച് ചേരുകയാണ്. ആ യോഗത്തിന്റെ മുഖ്യ ചുമതലക്കാരനായി, വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന്റെ മുഖ്യ ചുമതലക്കാരനായി കഴിഞ്ഞ ദിവസം വരെ വർക്ക് ചെയ്ത് ജവഹർ ചാവ്ഡ എന്ന് പറയുന്ന BJPയുടെ ഗുജറാത്തിലെ MLA ആയിരുന്നു. യോഗം ചേരാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഗുജറാത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ആ MLA, ആ യോഗത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ MLA രാജിവെച്ച് BJPയിൽ പോയിരിക്കുന്നത് മാത്രമല്ല, ഇന്നലെ അദ്ദേഹം അവിടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയായി ചുമതലയും ഏറ്റെടുത്തിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലുള്ള BJPയുടെ MPമാരിൽ 103 പേർ കഴിഞ്ഞ 1-2 UPA ഗവൺമെന്റ് കാലത്ത് മന്ത്രിമാരും MPമാരും കോൺഗ്രസിന്റെ AICC അംഗങ്ങളും ഉയർന്ന ഘടകങ്ങൾ പ്രവർത്തിച്ചവരുമാണ് 103 പേർ ഇന്ത്യൻ പാർലമെന്റിൽ BJP ആയി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷതയെ കാക്കാൻ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് കോൺഗ്രസിന് പോലും തങ്ങളെ ഒരു ഗ്യാരണ്ടി നൽകാൻ വേണ്ടി കഴിയില്ല എന്ന അവസ്ഥയെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർണാടകത്തിൽ ആളുകളെ റിസോർട്ടിൽ ഇപ്പോഴും പാർപ്പിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസിന് വരുന്നത്. MLA മാരെയാണ്, സാധാരണക്കാരെയല്ല. ഈ മണ്ഡലത്തിന്റെ സാഹചര്യം വെച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു വിഷനാണ് 2025. 2010 കൊട്ടിഘോഷി നടത്തിയതാണ്. ബഹുമാനായ ശ്രീ മുല്ലപ്പള്ളിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, വിഷനൊക്കെ എവിടെ പോയി? കാണാനില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അതിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അതിൽ 11 പ്രധാന കാര്യം ഉണ്ടായിരുന്നു. അതിൽ കോക്കനട്ട് പ്രോസസിംഗ് യൂണിറ്റ് വടകരയിൽ സ്ഥാപിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. മണിയൂരിൽ പഞ്ചായത്തിന്റെ സ്ഥലം വിട്ടുകൊടുത്തു. ആ സ്ഥലത്ത് ഒരു കെട്ടിടം പോലും നിർമ്മിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞു, നടന്നില്ല. ഡെന്റൽ കോളേജ് നാദാപുരത്ത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു, നടന്നില്ല. തലശ്ശേരി കൊയിലാണ്ടിയിൽ മോഡൽ, കൊയിലാണ്ടി വടകര മോഡൽ റെയിൽവേ സ്റ്റേഷൻ ആക്കുമെന്ന് പറഞ്ഞു, നടന്നില്ല. വ്യവസായ പാർക്ക് വടകരയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, നടന്നില്ല. ആസാദ് മൂപ്പനെ ഇരുത്തി പറഞ്ഞു, കോഴിക്കോട് മിംസ് പോലെയുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനം ഇനി വടകരയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു, നടന്നില്ല. പടിഞ്ഞാറത്തറ പൂഴിത്തോട്, ഒരു 2-3 കാര്യം കൂടിയേ ഉള്ളൂ. പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡ് നടന്നില്ല. CRPF കേന്ദ്രം, അത് പെരുവണ്ണാമൂഴിയിൽ, അവിടെ ഇന്റർനാഷണൽ സ്കൂള്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആശുപത്രി എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ മിഷൻ കണ്ണും മലപ്പുറം കത്തിയെന്ന് പറഞ്ഞതിൻ്റെ തൊട്ടാണ്. പണ്ട് ആ പ്രദേശത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലം വിട്ടുകൊടുത്തത്. ഒരു വേലിയും കെട്ടിയിട്ട് ഇപ്പൊ അതിനകത്ത് സാധാരണ നാട്ടുകാർക്ക് വറുതി കാലത്ത് 4 ചക്കയെങ്കിലും കിട്ടുമായിരുന്നു. അവിടുന്ന് അപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ജനങ്ങളെ എത്രമേൽ വഞ്ചിച്ച, വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യുകയും ഒരു തുള്ളി പോലും ഈ മണ്ണിൽ വീഴ്ത്തുകയും ചെയ്യാത്ത ആളായി കഴിഞ്ഞ 10 വർഷക്കാലം, അതിന് 5 വർഷക്കാലം മന്ത്രി കൂടിയായിരുന്നു എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. 3 നേതാക്കന്മാരോടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ വളരെ ചുരുക്കി ചോദിക്കണം, നമുക്ക് സമയപരിമിതിയുണ്ട്. ഒരാളോട് മാത്രം ചോദ്യാവരുത്. 3 നേതാക്കന്മാരോടും മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കണം. വടകരയിൽ നേരത്തെ പറഞ്ഞതുപോലെ വിഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിൽ വലിയ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സെമിനാറിനകത്ത് അന്നത്തെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ആ വിഷൻ 2025 സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി. അന്ന് നിങ്ങൾ വെച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യമായിരുന്നു വടകരയ്ക്കകത്ത് ജില്ലാ ഹോസ്പിറ്റൽ. നമുക്കറിയാം, വടകര ജില്ലാ ഹോസ്പിറ്റലിനകത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇന്നും ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഹോസ്പിറ്റലിനകത്ത് നടപ്പിലാക്കുന്നുണ്ട്. രാജ്യസഭാ MP ആയ P. രാജീവ് 45 ലക്ഷം രൂപ ജില്ലാ ഹോസ്പിറ്റലിന് കൊടുക്കാൻ വേണ്ടി തയ്യാറ്. എന്ത് വികസന പ്രവർത്തനമാണ് വടകര ജില്ലാ ഹോസ്പിറ്റലിന് വേണ്ടി നിങ്ങളുടെ MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ 10 വർഷക്കാലം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള നിരവധി വികസനങ്ങളുടെ സമഗ്രമായ പട്ടിക ഞങ്ങൾ തയ്യാറാക്കി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ജനവിധി തേടുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ഇവിടെ റിച്ചാർഡ് ഹേയുടെ ഒരു ലീഫ്ലെറ്റ് വന്നതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, അപ്പുറത്ത് ശ്രീമതി ടീച്ചറുടെ വകയുണ്ടാവും, ഇവിടെ അതുണ്ട്. ഈ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് വടകരയിലെ ആശുപത്രിയുടെ വികസനത്തിന് 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഡയാലിസിസ് സെന്ററും അതിന്റെ ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയത് വടകരക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കാണുന്നില്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാ, അത് മഞ്ഞക്കാമല പിടിച്ച കണ്ണുകൊണ്ട് കാണുമ്പോൾ മുഴുവൻ മഞ്ഞ പോലെ എന്നുള്ളതിൽ കവിഞ്ഞ് അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. ഇപ്പോൾ LDFന്റെ നേതാവ് പറയുകയുണ്ടായി, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ UPAയുടെ ഭരണകാലത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കുകയാണ്,
2002 മുതൽ 2004 മുതൽ ആദ്യം ഉണ്ടായിരുന്ന മന്ത്രിസഭ, അതിൽ കേരളത്തിലെ 20 MP-മാരും 10 രാജ്യസഭാ MP-മാരും ഒന്നിച്ച് സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു ഭരണമായിരുന്നു. അതിന് ശേഷമുണ്ടായ 4.5 കൊല്ലത്തെ ഭരണവും ഈ 10 കൊല്ലത്തെ ഭരണവും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഞങ്ങൾക്കറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു 2004 സാഹചര്യം ഇപ്പോൾ നാം നേരിടുന്ന അതേ സാഹചര്യമായിരുന്നു. രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും അതോടൊപ്പം വർഗീയതയുടെ പേരിൽ രാജ്യത്തെ വിഭജിക്കുകയും ചെയ്തൊരു കാലം. ആ സമയത്താണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ആരെയും വിജയിപ്പിച്ചില്ല. UDF-ന്റെ മുഴുവൻ ആളുകളും മലപ്പുറത്ത് ഒരു സീറ്റിലൊഴികെ ബാക്കിയെല്ലാം തോറ്റു. അവിടെ എത്തിയപ്പോൾ ഉണ്ടായ മാറ്റം എന്തായിരുന്നു? അവിടെയും BJP ഒറ്റക്കക്ഷിയായിരുന്നു. BJP ഒറ്റക്കക്ഷിയായതുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷം കരുത്തോടു കൂടി പറഞ്ഞു ഈ നയങ്ങൾക്ക് മാറ്റം വരുത്തണം. നയങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഒരു പൊതു മിനിമം പരിപാടി രൂപപ്പെട്ടത്. ആ പൊതു മിനിമം പരിപാടിയിലെ ഒന്നാമത്തെ അജണ്ടയായിരുന്നു രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള തൊഴിലുറപ്പ് പദ്ധതി. അത് ഇടതുപക്ഷത്തിന്റെ പൊതു മിനിമം പരിപാടിയിൽപ്പെട്ട ആദ്യത്തെ അജണ്ടയായിരുന്നു. വിവരാവകാശ നിയമം, അങ്ങനെ ഒരുപാട് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു കാലമായിരുന്നു ആ കാലം. അപ്പോഴാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്ക് ഇടതുപക്ഷം അപകടം തോന്നിയത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ആക്രമിച്ചു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഗുണഭോക്താവായ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി പറ്റി. ഇടതുപക്ഷം ഇല്ലാതെ അധികാരത്തിൽ വരാൻ വേണ്ടി പറ്റി. 2ാം UPA ഗവൺമെന്റ്. അതെങ്ങനെയായിരുന്നു കാലം? ആകാശവും ഭൂമിയും പാതാളവും വിറ്റു. 2G സ്പെക്ട്രം മുതൽ കൽക്കരിപ്പാടം വരെയുള്ള അഴിമതി. രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തു. ഈ രാജ്യം കർഷകരുടെ ആത്മഹത്യയുടെയും തൊഴിലാളികളുടെ ദുരിതത്തിന്റെയും നാടായി മാറി. അപ്പോഴാണ് ഒരു ബദൽ, ഞങ്ങളിതാ അച്ഛാദിനായക എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി വരുന്നു. 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ, ഒരുപാട് വാഗ്ദാനങ്ങൾ. കഴിഞ്ഞ UPA ഭരണത്തെ കുറിച്ച് UPA ഭരണകാലത്ത് സജീഷ് കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അത് എന്തടിസ്ഥാനത്തിലാണ് അതൊക്കെ അത് ഇടതുപക്ഷത്തിൻ്റെതാണെന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വിവരാവകാശ നിയമം ഇടതുപക്ഷത്തിൻ്റെതാണ്, തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിൻ്റെതാണ്, വിദ്യാഭ്യാസ അവകാശ നിയമം ഇടതുപക്ഷത്തിൻ്റെതാണ്, അതേപോലെ തന്നെ വനാവകാശ നിയമം ഇടതുപക്ഷത്തിൻ്റെതാണ്. ഇതൊക്കെ ഞാൻ അതിനകത്തല്ല. ഇത് നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാലഘട്ടങ്ങളിൽ എടുത്ത നിലപാടിനെ വിമർശിക്കുന്ന ആളല്ല ഞാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ആ കാര്യത്തിൽ ഒരിക്കലും ഞാൻ വിമർശിക്കുകയില്ല. പക്ഷേ അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുന്നതിനോട് മാത്രമേ എൻ്റെ എതിർപ്പുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ഈ നിയമങ്ങൾ മുഴുവൻ പാസാക്കിയത്, നടപ്പിലാക്കിയത്. BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് രാജേഷ് നേരത്തെ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ നരേന്ദ്രമോദിയുടെ സർക്കാർ സൃഷ്ടിച്ചെടുത്തു എന്ന്. നോട്ട് നിരോധനത്തിന്റെ പേരിൽ പട്ടിണിപ്പാവങ്ങളായ ആളുകളുടെ മുഴുവൻ പണവും സമാഹരിക്കുകയും അതുവഴി വമ്പിച്ച കോർപ്പറേറ്റുകൾക്ക് വീതിച്ചു നൽകി ശതകോടികേശ്വരന്മാരെ സൃഷ്ടിച്ചതാണോ ഗുണഭോക്താക്കൾ എന്നാണ് എൻ്റെ ചോദ്യം. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം പ്രഖ്യാപിച്ചൊരു പദ്ധതി, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് 1000 രൂപ കൊടുത്താലാണ് ബാങ്ക് അക്കൗണ്ട്. 1 രൂപ പോലും ഇല്ലാതെ സീറോ ബാലൻസ് അക്കൗണ്ട് സ്ഥാപിച്ചു. 2, പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി സുകന്യാ സമൃദ്ധി പോസ്റ്റ് ഓഫീസിൽ. 3 ഞാൻ പറഞ്ഞുവരാം. അത് ചോദ്യമാണ് ചോദിച്ചാൽ 2 ഇൻഷുറൻസ് പദ്ധതി, 12 രൂപക്ക് അപകട ഇൻഷുറൻസ്, 330 രൂപക്ക് ലൈഫ് ഇൻഷുറൻസ്, പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമതലത്തിലും നഗരതലത്തിലും. നമ്മളെ വടകര മുനിസിപ്പാലിറ്റി 444 ആപ്ലിക്കേഷൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്ന കാര്യം. 1, ഉജ്ജ്വൽ യോജന, നിർധനരായുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട്. ഇത്രയൊക്കെ 15 ലക്ഷം എന്ന് പറഞ്ഞത് പറഞ്ഞുതരാം 15 ലക്ഷം എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി 15 ലക്ഷം അക്കൗണ്ടിലിട്ടെന്ന് പറഞ്ഞില്ല. വിദേശത്ത് കിടക്കുന്ന കള്ളപ്പണങ്ങൾ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളെ പോക്കറ്റിലിടുന്നല്ല പറഞ്ഞത്. അതിന് 2014 BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് SITക്ക് ഒരു ലിസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞത്. സുപ്രീം കോടതിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ലിസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്താ. അതിന് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഒരു കാര്യം, ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല പറയട്ടെ, ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കുട്ടി ഇതിന്റെ ഏതെങ്കിലും ഗുണഭോക്താവായിട്ടുണ്ടോ?
ഈ ദുരിതം അനുഭവിച്ചവരല്ലാത്ത ഏതെങ്കിലും ഒരു ഗുണഭോക്താവ് ബി ജെ പിക്കാർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇത് ബി ജെ പിക്കാരുടെ പോക്കറ്റിലിട്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, ജനങ്ങൾ ഗുണഭോക്താവായോ എന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ പറയേണ്ടത് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങി. ആ സീറോ ബാലൻസ് ആയി പോയതിന്റെ പേരിൽ 10,000 കോടിയാണ് പാവപ്പെട്ടവന്റെ അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പൈസ ഇല്ല എന്നതിന്റെ പേരിൽ പിടിച്ചെടുത്തത്. അതാണ് നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് പോലും. നിങ്ങൾ മനസ്സിലാക്കുക, കള്ളപ്പണം എവിടെയുള്ളത്? 35 ലക്ഷം കോടി രൂപയുടെ കണക്കാണ് നേരത്തെ പറഞ്ഞത്. 70 ലക്ഷം കോടി രൂപയായി കള്ളപ്പണം എന്ന് മാത്രമല്ല, വിജയ് മല്യയും ലളിത് മോദിയും അതുപോലെ തന്നെ നീരവ് മോദിയും എല്ലാം വിദേശത്ത് കള്ളപ്പണവും കൊണ്ട് കള്ളന്മാർ പോകുമ്പോ സല്യൂട്ട് അടിച്ച് കാവൽ നിന്നവരാണ് ഇന്ത്യയിലെ ഭരണാധികാരി. ഒരു ചോദ്യം ചോദിക്കാനുള്ള വെച്ചാല് നമ്മുടെ BJP വക്താവിനോടാണ്. എന്താന്ന് വെച്ചാൽ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം BJP കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വികസനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് ശ്രീധരൻപിള്ള എൻ്റെ ഒരു വാർത്താ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ പറയുന്നു നടത്താനാവൂല എന്നാ അയാൾ പറഞ്ഞത്. അപ്പൊ ഇത്ര വിശ്വാസം എങ്ങനെയാ ജനങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടാവുക? തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ വെറുതെ പറയുന്നതാണെന്നുള്ള വിവാദപരമായ പരാമർശത്തിനെ കുറിച്ചുള്ള ചോദ്യം ഏതോ സന്ദർഭത്തിൽ പറഞ്ഞതല്ലാതെ അയാളെ അങ്ങനെ പറഞ്ഞ കാര്യമല്ല. മനസ്സിലായോ? ശരി, അത്രേ ഉള്ളൂ. രാജേഷ് അതിൽ വല്ല മറുപടി ഉണ്ടാവാൻ സാധ്യതയില്ല. മറുപടി ഇത് പറയേണ്ടത്, നവലിബറൽ സംവിധാനത്തിന്, കോൺഗ്രസിന്റെ സംവിധാനത്തിനൊക്കെ എതിരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ രാജ്യത്തിലുള്ള നിരവധി പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മൾക്ക് എന്താണ് പറ്റുന്ന, ഇത് ഓരോ ദിവസവും പിറകോട്ടാണല്ലോ നടത്തം. അതെന്താണെന്നുള്ളത് ഒന്ന് വിശദമാക്കണം. സജീഷ് പറയട്ടെ, ഒരുപാട് ആൾ ചോദിക്കാൻ, നിങ്ങൾ ഒരു ചോദ്യത്തിൽ ഒരു കാര്യം തരാം. ഈ രാജ്യത്ത് ഇടതുപക്ഷം എന്ത് ചെയ്യുന്നു എന്നതിന്റെ വലിയ ഉത്തരമാണ്. രാജ്യത്ത് ഓരോ ദിനം പ്രതി ഓരോ അരമണിക്കൂറിലും ഒരു കർഷകർ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ കർഷകരോടൊക്കെ നിങ്ങൾ BJPയും കോൺഗ്രസും എല്ലാം പറഞ്ഞത് നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് സബ്സിഡി നൽകും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ മാത്രം നൽകി. BJP ആണെങ്കിൽ അവസാനം എന്ത് ചെയ്തു? അവസാനം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെയായി തിരിച്ചു ഈ കർഷകരെ. ആ കർഷകർ മരിക്കാൻ പോകുന്ന സമയത്താണ് അവർ മനസ്സിലാക്കിയത് ആത്മഹത്യയേക്കാൾ നല്ലത് പോരാടി മരിക്കുന്നതാണ്. ഹിന്ദുവും മുസൽമാനും ഒന്നുമല്ല, കർഷകൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ പൊരുതാൻ ഇന്ത്യയിൽ തീരുമാനിച്ചപ്പോൾ അവർക്ക് പിടിക്കാൻ ഒരു കൊടിയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. അത് അരിവാളും ചുറ്റികയും അടയാളപ്പെടുത്തിയ ചെങ്കൊടിയാണ്. ആ സമരങ്ങളാണ്, ഞാൻ പറയട്ടെ സുരേഷ് ബാബു സർ, ഞാൻ പറയട്ടെ, ആ സമരമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്. രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ വെടിവെച്ച് വീഴ്ത്തി, രാജസ്ഥാനിൽ നിയമസഭ വളഞ്ഞ് അവകാശം നേടിയെടുത്തു. ഇപ്പോഴും തുടരുന്ന കർഷക സമരം, അതിന്റെ കൂടെ തൊഴിലാളി സമരം കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇവിടെ BMS-കാരായ തൊഴിലാളികൾ ചിലപ്പോൾ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ പ്രധാനമായും 14 തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു. മിനിമം വേജസ് ഉൾപ്പെടെ, ജോലി സ്ഥിരത ഉൾപ്പെടെയുള്ള നിയമങ്ങൾ. ഈ 14 നിയമങ്ങളും നരേന്ദ്രമോദി പാർലമെന്റിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുതലാളിമാർക്ക് വേണ്ടി മാറ്റിയെഴുതി. നിങ്ങൾക്കറിയാമോ? BMS-കാർ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് കാവി കൊടിയും പിടിച്ച് BMS-കാർക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. തൊഴിലാളികൾക്കെതിരായ നിലപാട് സ്വീകരിച്ചു. കേരളത്തിൽ അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഞാൻ പറയട്ടെ, ശബ്ദമുണ്ടാക്കിയല്ല ഞാൻ പറയട്ടെ, കേരളത്തിൽ കാർഷിക പ്രതിസന്ധി മൂലം അല്ല, അദ്ദേഹം മറുപടി പറയട്ടെ, അസഹിഷ്ണുത കാണിക്കുന്നു. കേരളത്തിൽ കാർഷിക പ്രതിസന്ധി മൂലം ഞാൻ പറയട്ടെ, പറയുന്നത് ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത്. ചോദിച്ചത് നിങ്ങൾ ചോദ്യത്തിന് പറയുന്നത് കേരളത്തിൽ കാർഷിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ നയങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിലെ കർഷകരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓർമ്മയുണ്ട്, ഈ ഇറക്കുമതി നയത്തിനെതിരായി കേരളത്തിലെ പാതയോരത്ത് ആദ്യം കരാറിനെതിരായി മനുഷ്യത്വങ്ങൾ ഇടതുപക്ഷം മറന്നു പോകരുത്. ഒരു കാര്യം, നിങ്ങൾ ഇതിൽ ഏകപക്ഷീയമായിട്ടല്ല പറഞ്ഞു. നിങ്ങൾ ഒരു സെക്കൻഡ് പറയട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കും, പറയട്ടെ. അതായത് നിങ്ങൾ എല്ലാവരോടും ചോദ്യം ചോദിക്കൂ. നിങ്ങളെല്ലാം അവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ സുരേഷ് ബാബുവോടും രാജേഷോടും ചോദ്യം ചോദിക്കും, അതെ അവരും മറുപടി പറയും. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക വികസനങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ആമുഖമായിട്ട്. ആ രീതിയിലാണ് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞു വന്നത്. പ്രാദേശിക വികസനങ്ങൾ അവിടെ കിടക്കട്ടെ, ബാക്കി കാര്യങ്ങളാണ്. ഇപ്പം രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊക്കെ കാര്യമായിട്ട് പറഞ്ഞ് സംഭവം റെഡി തന്നെ. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു MP നടത്തിയ വികസനത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ ഇല്ലാത്ത
ഒരു വേദിയിൽ വന്നേക്കേണ്ട അവസ്ഥയാണുള്ളത്. ഒന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഭ്യന്തര സഹമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ചുരമില്ല വയനാട് റോഡ്, അതായത് കല്ലാച്ചി വിലങ്ങാട് വഴി വയനാട്ടിലേക്ക് ഒരു റോഡ് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി എല്ലാ ശ്രമവും അന്ന് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം അടക്കം ശ്രമിച്ചിട്ടും ഒരു കാര്യവും നടന്നില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. മറുപടി പറയും, വിശദമായി പറഞ്ഞോളൂ, സമയം തരുന്നില്ല എന്ന് പറയരുത്, പറഞ്ഞോളൂ. ഒരു കാര്യത്തിൽ പ്രധാനമായി നമ്മൾ ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വെച്ചാൽ കാർഷിക ഭാഗം, അത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമായ ഒരു ഘടകമാണ്. 70% ജനങ്ങൾ ജീവിക്കുന്നത് കാർഷിക മേഖലയിലാണ്. ആ കാർഷിക മേഖല നമ്മുടെ 2014 ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ അതിന്റെ അഗ്രികൾച്ചറൽ GDP എന്ന് പറയുന്നത് 4.1% അഗ്രികൾച്ചറൽ GDP. ഇന്ന് അത് 2014 വന്ന് 19 എത്തുന്നതിന് മുമ്പ് 18 അവസാനിക്കുമ്പോൾ അത് ആ അഗ്രികൾച്ചറൽ GDP 1% തൊട്ടു മുകളിൽ മാത്രമായി ചുരുങ്ങി. ഇന്ത്യ രാജ്യത്ത് കേരളം അടക്കമുള്ള പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഞാൻ പറയല്ലോ, ഞാനിത് കൃഷിന്റെ കാര്യമുണ്ട്, മണ്ഡലത്തിലെ കാര്യമൊക്കെ പറയാം. ഞാൻ എനിക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാമെന്ന് ഞാൻ ഇത് പറഞ്ഞോട്ടെ. ഈ അഗ്രികൾച്ചറൽ GDP കുറഞ്ഞപ്പോ ഈ രാജ്യത്തെ കർഷകർ പ്രക്ഷോഭത്തിലേക്ക് വന്നു. മഹാരാഷ്ട്രയിൽ വന്നു, രാജസ്ഥാനിൽ വന്നു, അങ്ങനെ പലയിടത്തും വന്ന കൂട്ടത്തിൽ ജനങ്ങൾ കഷ്ടത്തിന് വരുമ്പോ ഇവര് ചോന്ന കൊടിയും പിടിച്ചിട്ട് രണ്ടാളും മുന്നിൽ നിന്നു. അതാണ് രാജ്യത്തുണ്ടായത്. എന്നിട്ട് അത് ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രക്ഷോഭമാണ് എന്നാണ് വ്യാഖ്യാനിച്ചത്. ബിജു കൃഷ്ണനെ വെച്ചിട്ട് കൊണ്ടുള്ള കളിയുണ്ടല്ലോ. ഞാൻ അതിലെ ഘടന പറയാം. ഈ സമയം ഞാൻ പറയാം, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന MLA-മാരുടെ ഉണ്ടായിരുന്ന MLA-മാർ 6 ആണെങ്കിൽ ഈ പ്രക്ഷോഭം നടത്തി, കർഷകരുടെ പ്രക്ഷോഭം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 2 MLA-മാരായി ചുരുങ്ങിയിട്ടുണ്ട്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സമയമില്ല, ഇങ്ങനെ സംസാരിച്ച ചർച്ച നടക്കില്ല കേട്ടോ, സമയമില്ല, അതുകൊണ്ടാ. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ബാബു പറയും, മണ്ഡലം. സജീഷ് അദ്ദേഹം മണ്ഡലത്തെ കുറിച്ച് പറയട്ടെ. ബാബുവേട്ട അബദ്ധത്ത് കളവ് പറഞ്ഞുകൊണ്ട് സാധാരണ അങ്ങനെ പറയാത്ത ആളാണ്, അതുകൊണ്ടാണ് ഞാൻ കളവാണെന്ന് സൂചിപ്പിച്ചത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സാധാരണ ബാബുവേട്ടൻ അങ്ങനെ ഒരു കാര്യം, മണ്ഡലത്തിന്റെ വികസനത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. ഇതുപോലെയുള്ള ലീഫ്ലെറ്റുകളിലായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരികയാണ്. യാതൊരു പ്രശ്നമില്ല. പിന്നെ ചുരൻ റോഡാണെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ചുരൻ റോഡിലൂടെ നടന്ന് പടിഞ്ഞാറത്തറ പോയവനാ. എനിക്കറിയാം ആ കാലഘട്ടത്തില് MLA-യുടെ കൂടെ MLA-യും ഞാനും അതുപോലെ 100,000 ആളുകളും കൂടി ഒരുമിച്ച് പുറത്തോട് പോയതാ. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാ. ഈ 10 കൊല്ലത്തെ പ്രശ്നം കൊണ്ടൊന്നും പരിഹരിക്കപ്പെടാതെ ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം BJP-യുടെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞായിരുന്നു പ്രതിപക്ഷം 2 കോടി തൊഴിലവസരങ്ങൾ നൽകാമെന്നുള്ളത്. പ്രതിവർഷം എത്ര തൊഴിൽ നിങ്ങൾ ഈ നാട്ടിലെ ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറയണം. മാത്രമല്ല ഈ ഇന്ത്യയിലെ യുവാക്കളെല്ലാം വിഡ്ഢികളാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? കുറിച്ച് സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളതെന്നല്ല ഗവൺമെന്റ് പറയുന്നത്. കേരളത്തില് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരം 25,000 കോടിയുടെ മുദ്രാ യോജന പ്രകാരം പൊതുസംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ലോൺ കൊടുത്തു കഴിഞ്ഞിട്ടു. 25,000 കോടി കൊണ്ട് എത്ര ആൾക്കാർക്ക് തൊഴിൽ കിട്ടി എന്നുള്ളത് പറയും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പറഞ്ഞു, നേരത്തെ പദ്ധതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കളക്ടറേറ്റില് ദൃശ്യ എന്ന് പറയുന്ന സർക്കാർ പദ്ധതികളുടെ അവലോകനം ചെയ്യുന്ന ജില്ലാ കളക്ടർ ചെയർമാനായുള്ള കമ്മിറ്റിയുടെ അവലോകനം വന്നു. ഇപ്പൊ പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതികൾ കിട്ടിയില്ല എന്ന്. റോഡുകള് 450 കിലോമീറ്റർ റോഡുകളാണ് കേന്ദ്ര ഫണ്ട് പ്രകാരം ഇരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിലെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2000-ലധികം വീടുകളും കോഴിക്കോട് ജില്ല മുനിസിപ്പാലിറ്റി കൊടുത്തു. 1 ലക്ഷം അപേക്ഷയാണ്. അതെ പറഞ്ഞു, 1 ലക്ഷം അപേക്ഷയാണ് കർഷക സമ്മാൻ നിധി പ്രകാരം 1 ലക്ഷം അപേക്ഷ കിട്ടി. 70,000 അപേക്ഷ പ്രോസസ് ചെയ്ത് കൊടുത്തു. 30,000 പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ സംവിധാനം അത്രേ ഉള്ളൂ.
25,000 കോടി മുദ്രാ യോജന പ്രകാരം സ്വയം സംരംഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞു. ശരി ശരി, അദ്ദേഹത്തിന് മറുപടി കഴിഞ്ഞു. ഒരു നിമിഷം. തരാം. ഒരു സെക്കൻഡ്, അവിടെ ചോദിക്കും. ആരോടെ ചോദ്യം? മുദ്രാ യോജന പ്രകാരം 25,000 കോടി കൊടുത്തു കഴിഞ്ഞു. ചോദ്യം ആരോടാ? രാജേഷിനോടാണ് രാജേഷോട് ചോദിക്കും, പെട്ടെന്ന് ചോദിക്കും. രാജേഷ് ഇപ്പോൾ പറഞ്ഞു, വായിക്കൊള്ളാത്ത ഒരുപാട് പദ്ധതികളുടെ പേര് പറഞ്ഞു. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് നമ്മളെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് 60% കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. പിന്നെ പെട്ടെന്ന് ചോദ്യത്തിലേക്ക് വരൂ. 60% ദരിദ്രരുള്ള രാജ്യമാണ്. മാരക രോഗങ്ങൾ പെട്ടിട്ട് ആംബുലൻസിന് പോലും പൈസ കൊടുക്കാനില്ലാതെ ഭാര്യയും മക്കളെയും സൈക്കിളിൽ കെട്ടിക്കൊണ്ടുപോകുന്ന രാജ്യമാണ് നമ്മുടേത്. 62,000 തൊഴിലവസരത്തിന് വേണ്ടിയിട്ട് 3,25,00,000 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച രാജ്യമാണ് നമ്മുടേത്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് 3,000 കോടി രൂപയുടെ പ്രതിമ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ പ്രതിമ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്താണ് നേട്ടം എന്നുള്ളതാണ്. പ്രതിമ ഉണ്ടാക്കിയ എന്താണ് നേട്ടം? പ്രതിമ ഉണ്ടാക്കിയ നേട്ടം എന്നല്ല പറഞ്ഞത്, ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിമ നിങ്ങൾ റഷ്യയിൽ പ്രതിമ ഉണ്ടാക്കില്ലേ, ലെനിന്റെ പ്രതിമ ഉണ്ടാക്കിയില്ലേ, അടുത്ത ഗവൺമെന്റ് വന്ന സമയത്ത് ഉരുക്കി ഒഴിച്ചില്ലേ? പ്രതിമ റഷ്യയിൽ പ്രതിമ ഉണ്ടാക്കിയില്ലേ? ഇന്ത്യ ഒറ്റ നിലയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ, ഇന്ത്യ ഒരു ഗവൺമെന്റ് ശില്പിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ അല്ല, ഒരു വിശേഷം കൂടി ചേർക്കണം. ഗാന്ധിവാദത്തെ തുറന്ന് RSSനെ നിരോധിച്ച ആളും കൂടിയാണ്. അതുകൂടി ചേർക്കണം. രാജേഷ് പറയൂ. അപ്പൊ ആ തരത്തില് നമ്മള് ആ പ്രതിമ ഉണ്ടാക്കിയിട്ട് ഇന്ന് കാണാൻ പോകുന്ന 2.5 ലക്ഷം ആൾക്കാരാണ് പ്രതിദിനം കാണാൻ പോകുന്നത്. ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുകള് ആ വരുമാനം കൊണ്ട് അവിടെ ഉണ്ട്, ആ സ്ഥലത്ത് കൊണ്ട് വരുമാനം ഉണ്ടായിട്ടുണ്ട്. ശരി ശരി, അല്ലാതെ വെറുതെ അല്ല. ചോദ്യം ആരോടാ? പ്രതിമകളെ നിങ്ങൾ ചോദ്യം ആരോടാ? എനിക്ക് ബഹുമാനപ്പെട്ട സജീഷിനോട് ചോദിക്കുക. പിന്നെ നിങ്ങൾ ഈ മതേതരത്തിന്റെ പേര് മറ്റേ 36 വർഷം 3.5 പതിറ്റാണ്ട് വെച്ച് ബംഗാളിൽ ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് അല്ലേ ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്? ആ ഗതികേട് ഇവിടെയും വരില്ല. എനിക്ക് ചോദ്യം. കൂടാതെ ഇവിടെ പിണറായി വിജയന് ഒരു വികസനം വരെ പറയാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദിന്റെ ആവാസ് യോജന പദ്ധതി ബന്ധപ്പെട്ട് ലൈഫാക്കി മാറ്റുവാനും, പിന്നെ ഈ പോസ്റ്റൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് 6,000 രൂപേന്റെ മാസം തോറും 500 വെച്ച് 6,000 രൂപേന്റെ കൊടുക്കാനുള്ള പദ്ധതിയാണ് നിങ്ങൾക്കുണ്ട്. അതിന്റെ ഉദ്ഘാടനം പിണറായിയുടെ ഫോട്ടോ പോലും ഇല്ലാതെ, പിന്നെ സുനിൽ കുമാറിന്റെ സജീഷ് മറുപടി. ഒരു നിമിഷം. അതായത് പ്രിയപ്പെട്ട BJP സുഹൃത്ത് കരുതിയിരിക്കുന്നത്, കേന്ദ്രത്തിൽ നിന്ന് അവരെവിടുന്നോ കുറെ പൈസ എടുത്തിട്ട് നമുക്ക് തരികയാണ്, അതുകൊണ്ട് ഞങ്ങൾ റോഡ് തന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ നിൽക്കുന്ന മലയാളികളുടെ കയ്യിൽ നിന്ന് ഞെക്കി പിരിച്ചെടുക്കുന്ന നികുതി പിരിച്ചുകൊണ്ടുപോയിട്ട് അതിന്റെ ഒരു വിഹിതമാണ് ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ ഒരു വിഹിതം സ്വാഭാവികമായും തരേണ്ടത് തരുന്നു. അപ്പുറത്തേക്കുള്ളത് ഞാൻ പറയട്ടെ, അപ്പുറത്തേക്കുള്ളത് ഞാൻ പറയാം. അപ്പുറത്തേക്കുള്ളത് അതുപോലും നിങ്ങൾ തന്നില്ല. ഞാൻ പറയട്ടെ, എന്തിന് നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നു? നിങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ, നിങ്ങളുടെ മറുപടിക്ക് മുന്നിൽ എനിക്ക് അസഹിഷ്ണുതയില്ല. ഞാൻ കൃത്യമായി മറുപടി പറയും. നിങ്ങൾ അസഹിഷ്ണുത കാണിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ സമയമെടുത്തോ. ഒരു കാര്യം, ലൈഫ് പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴും ഗുജറാത്തിൽ അങ്ങ് കൊടുക്ക്, അവിടെ ഇപ്പോൾ കക്കൂസ് ഉദ്ഘാടനം ചെയ്ത് കളിക്കുകയാണ്. വിവാഹത്തിന് കക്കൂസ് ഇവിടെയത് വേണ്ട. ഇവിടെ ലൈഫ് പദ്ധതി കേരളത്തിൽ സഹകരണ മേഖലയും പഞ്ചായത്തും എല്ലാം സഹകരിച്ചുകൊണ്ടാണ് നടത്തുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്രത്തിൽ നിങ്ങൾ എങ്ങനെയാ പണം കണ്ടെത്തുന്നത്? പൊതുമേഖലാ സ്ഥാപനം വിറ്റിട്ട് 1 ലക്ഷം കോടി. കേരളത്തിൽ എന്താ? പൊതുമേഖലാ സ്ഥാപനം UDF കാലത്ത് 130 കോടി നഷ്ടം, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാലത്ത് 160 കോടി രൂപ ലാഭം. അതാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. UDFന്റെ കാലത്ത് ആരെങ്കിലും പൊതുവിദ്യാലയത്തിൽ പോകാറുണ്ടോ? പഠിക്കാൻ കേരളത്തിലേക്ക് വരികയാണ് ഉത്തരേന്ത്യൻ ആളുകൾ. 3,45,000 കുട്ടികളാണ് പൊതുവിദ്യാലയത്തിൽ വന്നത്. നല്ലൊരു സ്കൂൾ കാണണമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക്, മോദിയുടെ നാട്ടുകാർക്ക് കേരളത്തിലേക്ക് വരണം. നല്ലൊരു ആശുപത്രി കാണണമെങ്കിൽ മോദിയുടെ കൂട്ടുകാർക്ക് കേരളത്തിലേക്ക് വരണം. ഇതാണ് അവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ. ഒരാളോട് ചോദിക്കും, സുരേഷ് ബാബുയോട് ചോദിക്കും. ശരി സജീഷ് പറയും. സുരേഷ് ബാബുയോട് ചോദിക്കാം. നേരത്തെ സുരേഷ് ബാബു സാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷവും അതുപോലെ തന്നെ BJPയുമാണ് ഈ നാട്ടിനകത്ത് കൈകോർക്കുന്നത് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷത പറയുന്ന കോൺഗ്രസിന്റെ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് ഹരീഷ് റാവത്ത്. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് നിന്നെടുത്ത് രാമക്ഷേത്രം പണിയും എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ശരി, ഹരീഷ് റാവത്ത് എന്ന് പറഞ്ഞ AICCയുടെ സെക്രട്ടറിയാണ്. അത് മാത്രമല്ല നേരത്തെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. ചോദ്യമുള്ളൂ. രണ്ടാമത്തെ ചോദ്യം SK യോടാണ്.
ഇതുകൂടി നമുക്ക് എന്താ സുരേഷ് ബാബു പറയട്ടെ. ചുരുക്കി ചോദിക്കാനുള്ളത് വെച്ചാൽ 2004 ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. തുടർന്ന് വന്നപ്പോൾ അതിന് ഭരണ തുടർച്ചയുണ്ടായി UPA ഗവൺമെന്റ്. അത് പിന്നീട് പരാജയപ്പെടുന്നു, അഴിമതിയിലേക്ക് പോകുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഇടതുപക്ഷത്തിന് ഈ 2019 ഇന്ത്യ രാജ്യത്തെ എങ്ങനെയായിരിക്കണം, ആര് ഭരിക്കും? നരേന്ദ്രമോദി എന്തായാലും ഈ രാജ്യത്ത് BJP അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി എന്താണ് ഒരു ബദൽ രാജ്യത്ത്? സുരേഷ് ബാബു ഈ ചോദ്യത്തിനോട് വികാരപരമായി ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ചോദ്യത്തിനോട് വികാരപരമായി പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഈ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ അതിന്റെ സമീപനത്തിലുള്ള നയം എന്താണെന്ന് വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുണ്ട്. അത് രാമക്ഷേത്ര നിർമ്മാണമോ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് നിർമ്മാണമോ അല്ല. അതിനെക്കുറിച്ചുള്ള അതിവ്യക്തമായ ഹരീഷ് റാവത്ത് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ നയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് എടുക്കേണ്ട കാര്യമില്ലെന്ന് അത് എടുക്കേണ്ട കാര്യമില്ല എടുക്കേണ്ട കാര്യമില്ല അത് എടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ. അതല്ല അത് പറയട്ടെ. ഹരീഷ് റാവത്ത് കോൺഗ്രസിന്റെ നയം ബാബരി മസ്ജിദ് നിർമ്മാണമോ അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണമോ അല്ല. അത് വളരെ വ്യക്തമായി കോടതിയിൽ കിടക്കുന്ന പ്രശ്നമാണ്. കോടതിയിൽ അത് പരിഹരിക്കപ്പെടും. അല്ല കുട്ട എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയട്ടെ. അതായത് വരുന്ന പാർലമെന്റിനെ കുറിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ചോദിക്കോ ശരി മറുപടി പറയൂ. അല്ല ഒരു സെക്കൻഡ് നിങ്ങൾ ചോദ്യം ചോദിക്കാണ്ട് അതിനല്ല അത് അവിടെ ഇരിക്കാം. ചോദിക്കും മറുപടി പറയും മറുപടി പറയുന്നത് നിങ്ങൾ മറുപടി പറയട്ടെ. നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാൻ. അതായത് പറയുള്ളൂ. അടുത്ത പാർലമെന്റിനെ കുറിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണ് ചോദിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ BJP-കാരൊക്കെ ആവേശമൊക്കെ കൊള്ളും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ 283 സീറ്റുമായി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നതാണ് മോഡി. ഇപ്പോൾ BJP-ക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, 268 പേരേ ഉള്ളൂ. എങ്ങനെയാ തോറ്റത്? ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ച ഗോരഖ്പൂരിൽ യോഗി ആദിത്യനാഥ് 25 വർഷക്കാലം MP ആയ സ്ഥലത്ത് BJP തോറ്റു. അവസാനം ബെല്ലാരിയിൽ കർണാടകയിൽ വരെ തോറ്റു. അങ്ങനെ 10-14 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് തോറ്റാണ് ഇന്ത്യൻ പാർലമെന്റിൽ BJP-ക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. അതായത് ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റ് 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ സ്വയമേവ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. ഇനി ജനങ്ങളുടെ കയ്യിലേക്കാണ് കാര്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞ പോലെ ഒരു പുതിയ പാർലമെന്റ് വരുമ്പോ ആ പാർലമെന്റിൽ നമുക്ക് ആവശ്യം കർഷകരെയും തൊഴിലാളികളെയും യുവജനങ്ങളെയും സാധാരണക്കാരെയും സഹായിക്കുന്ന നയങ്ങൾ ഉണ്ടാകണം. നേരത്തെ ഇവിടെ ബാബുട്ടൻ പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അംഗീകരിക്കുന്നു. അതുപോലെ ഒരു പൊതു മിനിമം പരിപാടിയോടുകൂടി ഈ BJP-യുടെ നയത്തെയും വർഗീയതയും ചെറുക്കുന്ന മൃദുഹിന്ദുത്വമില്ലാത്ത കോൺഗ്രസ് മൃദുഹിന്ദുത്വമില്ലാത്ത കോൺഗ്രസ് അപ്പുറത്തുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു മതനിരപേക്ഷമായ ജനാധിപത്യപരമായ ഒരു സംവിധാനം രാജ്യത്ത് വരും. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ബഹുമാനപ്പെട്ട എന്റെ രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞ ചില കാര്യത്തിൽ ഒന്ന് പറയാനാ. രണ്ടാൾക്കാരും പറയുന്നു അടുത്ത പാർലമെന്റ് വരുന്ന സമയത്തേക്ക് ഇന്ന ആൾക്കാർ ഇവരാണ് നേതാവാരാണ്, ഇവരെവിടെയാണ് മത്സരിക്കുന്നത്, ഇവിടെ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്. ഒരു കാര്യം, ഇവിടെ അടുത്ത രണ്ട് സംസ്ഥാനങ്ങളിലെ ഇവരെ തമ്മിൽ കൈകോർത്ത് കേൾക്കാണ്, ഇവിടെ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു 103 MP-മാര് കഴിഞ്ഞ തവണ BJP-യിലുള്ള ഇന്നത്തെ 103 MP-മാര് മറ്റ് സംഘടന വന്നതാണ്. BJP-യിലേക്ക് ആൾക്കാർ വരൂ. കാരണം ദിശാബോധം നൽകാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി ഒരു സർക്കാർ ഉണ്ടായ സമയത്ത് അതിലേക്ക് MP-മാരല്ല ഞാനിവിടെ എല്ലാ ആൾക്കാരും പിന്നെ ഒരു കാര്യം 2004 മുതൽ ജനകീയ പ്രക്ഷോഭങ്ങളും കർഷക പ്രക്ഷോഭങ്ങളും നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ സീറ്റ് എത്ര? 9. വളരെ പെട്ടെന്ന് ചോദിക്കും. ഇതിൽ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും BJP പ്രതിനിധിക്ക് മറുപടി പറയാനായിട്ടില്ല. നേരത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു മറുപടിയും പറയാനായിട്ടില്ല. അതിൽ സജീഷോട് ചോദിക്കാനുള്ളത് 1000 ദിനങ്ങൾ പൂർത്തീകരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പിണറായിയുടെ ഗവൺമെന്റ് എന്ത് നേട്ടമാണ് യുവജനങ്ങൾക്കും കൃഷിക്കാർക്കും ഈ നാടിനകത്ത് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാൻ സജീഷ് തയ്യാറാവും. ഒറ്റ കാര്യം, അതായത് കേരളത്തിൽ 1000 ദിവസമാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പൂർത്തീകരിക്കുന്നത്. 1 ലക്ഷത്തിലധികം ചെറുപ്പക്കാർക്ക് PSC വഴി നിയമനം നൽകി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 പേർക്ക് PSC നിയമനം നൽകുന്ന സർക്കാരായി കേരളത്തിലെ സർക്കാർ നിലനിൽക്കുന്നു. ഇത് ചരിത്രത്തിലാദ്യമാണ്. ഒരു ദിവസം 100 പേർക്ക് PSC നിയമനം. ആ നിലയിലാണ് 1 ലക്ഷത്തിലധികം പേർക്ക്.
വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ 3,40,50,000 കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വന്നത്. ആശുപത്രികളിലും മറ്റുണ്ടായ മാറ്റം, പൊതുമേഖല 130 കോടി നഷ്ടത്തിലായിരുന്ന പൊതുമേഖല 160 കോടി രൂപ ലാഭത്തിലായി. എല്ലാവരുടെയും ക്ഷേമാനുകൂല്യങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് രംഗത്തുണ്ടായ മാറ്റം നാം സമീപകാല ചരിത്രത്തിൽ കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് പോലും കരുതിയ പദ്ധതികൾ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതെല്ലാമാണ് ഈ ഗവൺമെന്റ് നേട്ടമെന്ന് പറയുന്നത്. ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാധനമുണ്ട്, കോൺഗ്രസിന് ഒരു വോട്ട് ചെയ്യൂ, റിസോർട്ടിന് ഒരു പൂട്ട് തരാം. അത്ര ഒരു റിസോർട്ട് വടകര മണ്ഡലത്തിലോ കേരളത്തിൽ എവിടെയും സ്ഥാപിക്കാനുള്ള ആലോചന കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടോ? സ്വാഭാവിക ചോദ്യം വ്യക്തമാണല്ലോ. ഞാൻ അതിനൊക്കെ മറുപടി പറയുന്നത്, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഈ ജാതി ഒരു വനിതയുടെ ചോദ്യം, ഒരു വനിതയുടെ ചോദ്യം ആരോടാണ്? ഒരു ചോദ്യം BJP വക്താവിൻ്റെയോടാണ്. നമ്മളെ ലോകം മുഴുവൻ ചർച്ച ചെയ്ത വലിയൊരു വിഷയമാണ് 8 വയസ്സുകാരി പെൺകുട്ടി പിച്ച് ചീന്തിപ്പെട്ടത് കാശ്മീരിലത്. അത് പുറത്തു കൊണ്ടുവന്നത് തന്നെ CPM-ന്റെ നേതാക്കളാണ്. അതിനെ അനുകൂലിച്ച് അതിനെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും BJP നേതാക്കന്മാർ. എന്തുകൊണ്ടാണ് സ്ത്രീകളെ പോലും സംരക്ഷിക്കാൻ കഴിയില്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പം ഗ്യാസിന്റെ വിഷയം നേരത്തെ BJP വക്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 450 രൂപയിൽ നിന്നാണ് 1000 രൂപയാണ് ഇന്നലെ വരെ നമ്മൾ എണ്ണിക്കൊടുത്തത്. അതിലൊരു സബ്സിഡി പോലും വരാത്തൊരവസ്ഥയാണുള്ളത്. എന്നിട്ടാണ് നല്ല ദിനങ്ങൾ വരുന്നു എന്നും പറ്റി 2014 ഗവൺമെന്റ് അധികാരത്തിൽ എന്റെ സഹോദരി അദ്ദേഹം മറുപടി പറയും. നിങ്ങൾ ഇരിക്കോ, അവർ മറുപടി പറയും. ചോദ്യം ചോദിച്ച സഹോദരി, നിങ്ങൾക്ക് പാസ്ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെ സബ്സിഡി കിട്ടാതെ. ബാക്കി എല്ലാവർക്കും സബ്സിഡി. രണ്ടാമത് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിരിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ജമ്മു കാശ്മീരിലെ വിഷയം എല്ലാ കാര്യത്തിലും കോടതികൾ ഇടപെട്ടിട്ടുണ്ട്, അവിടുത്തെ അന്വേഷണ ഏജൻസി ഇടപെട്ടിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷനിലെ ആൾക്കാരുകളാണ് അതിനെതിരായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലാണ്ട് BJP അല്ല. വികസനത്തിന്റെ കാര്യത്തെ കുറിച്ച് ഈ നമ്മളെ നാട്ടിലെ വികസനത്തിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളെ എല്ലാവരും ശ്രദ്ധ ഞാൻ തൊട്ടടുത്തുള്ള നമ്മളെ പുതിയ BOT കോംപ്ലക്സിലേക്ക് വെച്ചാൽ 2 തവണ ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നും അത് ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സാധനമാണ്. ഇതാണ് വികസനം. ശരി. നമ്മുടെ ചർച്ച വടകരയിലെ ചർച്ച അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും ഒടുവിലായി 3 നേതാക്കൾക്കും ഈ വോട്ടർമാരോട് വളരെ ചുരുക്കം വാക്കുകളിൽ എന്താണ് പറയാനുള്ളത്, എന്തിനാണ് അവർ നിങ്ങൾക്ക് വോട്ട് തരേണ്ടത്, നിങ്ങൾ അവർക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ വളരെ ചുരുക്കി ഒരു 1-1.5 മിനിറ്റിനകത്ത് 3 പേരും പറയണം. ശ്രീ രാജേഷ്. BJP ഈ തവണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മുമ്പാകെ വെക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ലക്ഷ്യങ്ങളുമാണ്. ആ വികസന നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. രാജ്യത്താകമാനമുള്ള എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യാനന്തരത്തിൽ ഭാരതത്തിൽ ഇത്രയധികം ഗുണഭോക്താക്കളാകാൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ചുള്ള നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടാണ് BJP വോട്ട് ചെയ്യുന്നത്. ശരി, UDF. നമുക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ, ഇഷ്ടപ്പെട്ടതുപോലെയുള്ള മാധ്യമങ്ങൾ വായിക്കാൻ തുടങ്ങി ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ തിരികെ കിട്ടണം. ആ തിരികെ കിട്ടുന്നതിന് ഇന്ത്യ രാജ്യത്ത് ശ്രീമാൻ സതീഷ് എന്ത് പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് ഈ നിൽക്കുന്ന 2 പേരിൽ കോൺഗ്രസ് പാർട്ടിക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് അനുകൂലമായി ജനവിധി വടകരയിൽ നിന്നുണ്ടാകണം. അതിനനുകൂലമായ ഒരു രാഷ്ട്രീയ സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ശരി, LDF. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും രാജ്യത്തിന്റെ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ രാജ്യം പൂർണ്ണമായി BJP സർക്കാർ അദാനിക്കും അംബാനിക്കും വിൽക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളവും റാഫേൽ ഇടപാടും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വത്തുകൾ സംരക്ഷിക്കണം, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കണം. ഇതിന് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണ്. പാർലമെന്റിനകത്ത് നിങ്ങൾ അയക്കുന്ന ആളുകൾ ഒരു കാരണവശാലും മറുകണ്ഠം ചാടില്ല എന്ന് ഉറപ്പുള്ളവരാവണം. അവർ പാർലമെന്റിനകത്തുണ്ടാകണം, റിസോർട്ടിലാവരുത്, വിശ്വസിക്കാൻ കഴിയുന്നവരാവണം എന്ന നിലപാടുണ്ടാകണം. വടകരയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ
കഴിഞ്ഞ 10 വർഷക്കാലമായി വടകര മുരടിച്ചിരിക്കുകയാണ്. ഒരു വിഷൻ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് പോയതല്ലാതെ മറ്റൊന്നും കാണാനില്ല. അതിന് പകരം കൃത്യമായ ലക്ഷ്യബോധമുള്ള, കരുത്തുള്ള, ഈ നാടിനെ നയിക്കാൻ കഴിവുള്ള, ഏറ്റവും നല്ല നിലയിൽ ഇടപെടാൻ കഴിയുന്ന സഖാവ് പി ജയരാജനെ ഈ മണ്ഡലത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണം എന്നാണ് വിനയപുരസരം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വടകരയിലെ പടക്കളം പൂർത്തിയാവുന്നു. വളരെ സജീവമായ ചർച്ചകളാണ് ഇവിടെ നടന്നത്. നാളെ മറ്റൊരു മണ്ഡലത്തിൽ കാണാം. നന്ദി, നമസ്കാരം.